റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭരണം ലഭിച്ചാൽ KPCCയിൽ അഴിച്ചുപണി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ മാറ്റും. പകരം ബെന്നി ബെഹനാനാണ് സാധ്യത. റോജി എം ജോണും പരിഗണനയിലുണ്ട്. ഭരണം ലഭിച്ചാൽ സണ്ണി ജോസഫ് മന്ത്രിയാകും. തിരുവനന്തപുരം DCC അധ്യക്ഷൻ എൻ ശക്തനെയും ജയിക്കുന്ന DCC അധ്യക്ഷന്മാരെയും മാറ്റാൻ തീരുമാനം. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഈ സർക്കാർ രൂപീകരണവും മുഖ്യമന്ത്രി ആരാകും തുടങ്ങിയ ചർച്ചകളുമായിരുന്നു ഇത്രയും ദിവസം നിന്നതെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ മന്ത്രിമാരാകാൻ പോകുന്നവരുടെ ഗ്യാപ്പിലുണ്ടാകുന്ന പാർട്ടി പദവികളിൽ ആരൊക്കെ വരും എന്ന ചർച്ചകളിലേക്ക് കൂടി പോയിരിക്കുന്നു. മധു, അങ്ങനെയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയാണ് ആദ്യം തുടങ്ങിയത്. സ്വാഭാവികമായും UDFന് അധികാരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ആ ചർച്ച പുരോഗമിക്കുന്നതും. ചർച്ച നിയന്ത്രിക്കാനൊക്കെ AICC ഇതുവരെ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. ഒരു ഭാഗത്ത് സാമൂഹ്യ മാധ്യമത്തിൽ വലിയ പോരും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാകുന്നത്. ആ ചർച്ചകൾ ഒരു ഭാഗത്തുണ്ട്. അതിനൊപ്പം തന്നെ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും KPCC അധ്യക്ഷ പദവിയിൽ ഒരു മാറ്റം ഉണ്ടാകും. സണ്ണി ജോസഫ് സ്വാഭാവികമായും മന്ത്രിസഭയിലെത്തുമ്പോൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് ബെന്നി ബെഹനാൻ, റോജി എം ജോൺ തുടങ്ങിയ നേതാക്കളുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ KPCC അധ്യക്ഷനെ മാറ്റണം, താൽക്കാലിക ചുമതലയിലേക്ക് ബെന്നി ബെഹനാനെ വെക്കണമെന്ന നിർദ്ദേശങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് തൽക്കാലത്തേക്ക് സണ്ണി ജോസഫ് തന്നെ തുടരട്ടെ, താൽക്കാലിക ചുമതല ആർക്കും നൽകേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അവിടെ സണ്ണി ജോസഫ് അംഗത്വം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ബെന്നി ബെഹനാനോ റോജി എം ജോണോ ആ പദവിയിലേക്ക് വരും. അതേപോലെ തന്നെയാണ് നിയമസഭയിലേക്ക് മത്സരിച്ച DCC അധ്യക്ഷന്മാർ. അവരിൽ വിജയിച്ചു വരുന്നവർക്ക് പകരക്കാരുണ്ടാകും. MLA മാർ DCC അധ്യക്ഷ പദവിയിൽ തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ മത്സരിച്ചവരിൽ പ്രധാനി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ K പ്രവീൺകുമാർ, മലപ്പുറത്ത് ഉണ്ട് ജോയ് ഉണ്ട്, അതുപോലെ തന്നെ തങ്കപ്പൻ പാലക്കാട്, അങ്ങനെ എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള DC അധ്യക്ഷന്മാർ, തിരുവനന്തപുരത്ത് എൻ ശക്തനുണ്ട്. ഇനി ഇവരിൽ എൻ ശക്തൻ വിജയിച്ചാലും ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് DC അധ്യക്ഷനെ മാറ്റാനുള്ള തീരുമാനമുണ്ട്. കാരണം നേരത്തെ തന്നെ അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത എൻ ശക്തൻ അറിയിച്ചതാണ്. അങ്ങനെ മത്സരിച്ച് വിജയിക്കുന്നവർക്കൊപ്പം തന്നെ എൻ ശക്തൻ വിജയിച്ചില്ലെങ്കിലും അവിടെ മാറ്റാനുള്ള തീരുമാനമുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ നിന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു കോൺഗ്രസ്. അവിടെ നിന്ന് ഇനിയിപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തുള്ള ആൾ സണ്ണി ജോസഫ് മന്ത്രിയാകുമ്പോൾ ആര് KPCC അധ്യക്ഷനാകും, മറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് പോകുന്ന ആളുകൾക്ക് പകരം DCC അധ്യക്ഷന്മാരൊക്കെ ജയിച്ചാൽ അവിടെയൊക്കെ ആര് വരും തുടങ്ങിയ ചർച്ചകളുമൊക്കെയായി ரொம்ப ദൂരം പോയിട്ടുണ്ട്.